Hello friends, welcome to Clara's Recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കട്ട്ലേറ്റിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിലേക്ക് ഒരു 1/2 കിലോ കീമ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ബീഫിൻ്റെ കീമ കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു സവോള നീളത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ സൈസ് 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു 4ആയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് അതൊന്ന് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊരു 1/4 ടീസ്പൂണോളം അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാനും പിന്നെ ഒരു നല്ലൊരു സ്മെല്ലിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കതെല്ലാം കൂടി തിരുമ്മി പിടിപ്പിക്കാം. ഞാനപ്പോൾ അതിൽ നിന്ന് കറിവേപ്പിലയുടെ തണ്ടെടുത്ത് കയ്യിൽ മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് അത് നന്നായിട്ട് തിരുമ്മി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ കറിവേപ്പില തണ്ട് തിരിച്ച് വെക്കാം. ഇതിൽ ഞാൻ വെള്ളം ചേർക്കണില്ല കേട്ടോ. കീമയുടെ വെള്ളത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കാം. ഇനി ഒരു കടായിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർക്കാം അതിലേക്ക്, പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളുടെ നമ്മളുടെ അപ്പോഴത്തേക്കും നമ്മളുടെ കുക്കറിൽ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കീമ നമുക്ക് റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. കീമയെല്ലാം വെന്ത് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു നമ്മളുടെ കറിവേപ്പില ചേർത്തതല്ല, അത് ഞാനെടുത്ത് മാറ്റുന്നതാണ്. കാരണം നമുക്കതിന് കറിവേപ്പില അതിൽ ആവശ്യമില്ല, വേറൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതായിരുന്നു. ഇനി ഒരു തവിയോ അല്ലെങ്കിൽ നമ്മളുടെ സ്മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ സവോള നന്നായിട്ട് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഓരോ ടീസ്പൂണോളമാണ് ചേർത്തേക്കുന്നത്. അതുപോലെ 2 പച്ചമുളക് പൊടിയായിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പച്ചമുളക് മാറി വന്നിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണവരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കീമയുടെ കൂട്ട് അത് ചേർത്ത് കൊടുക്കണമുണ്ട്. ഇനി മസാലയൊക്കെ ഒന്ന് പിടിക്കണവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പുതിനയില ഓപ്ഷണലാണ് കേട്ടോ, പക്ഷെ ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പുതിനയില ചേർക്കുമ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കീമയുടെയൊക്കെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കീമയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തണുക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കീമയുടെ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇനി ഓരോ ഉരുളകളായിട്ട് എടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് ചെയ്തെടുക്കാം. ഇനി അതൊരു നമ്മളുടെ മുട്ടയുടെ കൂട്ടിലൊന്നും
മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൂടെ കോട്ട് ചെയ്തെടുക്കാം. എല്ലാ വശവും നന്നായിട്ട് ബ്രെഡ് ക്രംസ് പിടിക്കുന്നത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് സെയിം അതേപോലെ തന്നെ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ ബാറ്ററിൽ മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മൾ സാധാരണ ചെയ്യണം. കട്ട്ലേറ്റും ഇതെല്ലാം ചെയ്യണ പോലെ തന്നെ നമുക്കത് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. പുതിനയിലൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടാകുന്നെന്ന്. അപ്പം ഞാനിവിടെ ഒരു കടായി വെച്ച് അതിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ട് കട്ട്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ആയിട്ടും ചെയ്യാവുന്നതാണ്. നമുക്കത് തിരിച്ച് മറിച്ചിട്ട് അത് നല്ലതായിട്ട് മൊരിച്ച് വരണ വരെ നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടെടുക്കാം. മൊരിച്ചെടുക്കാം നല്ലോണം. 2 വർഷം കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാം എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളുടെ കട്ട്ലേറ്റ് എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എല്ലാവരുടെ അഭിപ്രായം പറയണം കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം എല്ലാവരും. എന്നിട്ട് എനിക്ക് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.